ഹലോ അസ്സാം വലൈക്കും. ഇത് ഞാൻ വന്നിരിക്കുന്നത് കൽത്തപ്പം അഥവാ കുക്കറപ്പം. ഈ ഒരു ഐറ്റം പണ്ട് മുതൽ ഫേമസ് ആണെങ്കിലും ഇന്നത്തെ പുതിയ പരിഷ്കാരികളുടെ ഇടയിൽ ഇവനൊരു പഴമക്കാരനാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഉമ്മാൻ്റെ കുക്കറപ്പം അതൊന്നും വേറെ തന്നെ. അപ്പോൾ ഇത് ഇത്ര സിമ്പിളാണ് എന്നുള്ളത് ഞാൻ ഈ അടുത്താട്ടോ അറിയുന്നത്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഐറ്റം ഇതുവരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പം ഷൂട്ട് ചെയ്തിടുന്നത്. ഒന്നുമില്ല, നമ്മളൊരു കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് പച്ചരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് നമ്മളെ ചോറുണ്ടല്ലോ, അതും ഒരു 1/2 കപ്പ് ചോറ് അത്രയൊക്കെ മതിയാവും. അതിലേക്ക് ഒരു 4 ഏലക്ക, അതുപോലെ തന്നെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 3 പീസ് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ഈ അടിച്ചെടുത്തിലേക്ക് ഈ ശർക്കരയും ഒഴിക്കുമ്പം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ശർക്കര ചിലപ്പം കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നമ്മളിത് അടച്ച് വെക്കുക. നമ്മൾ ഈ ദോശക്കൊക്കെ മാവ് കൂട്ടി അടച്ച് വെക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇത് നമ്മളിപ്പോൾ രാവിലേക്ക് അരച്ച് വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ജസ്റ്റ് ഒന്ന് പൊന്തും. അത് പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളെന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയുള്ളിയും വാട്ടി മാറ്റി വെക്കുക. അതേ കുക്കറിൽ തന്നെ നെയ്യ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഗ്യാസ് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയുള്ളിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ വിസിലില്ലാതെ അടച്ചു വെക്കുക. ഒരു 1/2 അവർ 35 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. അപ്പം നമ്മളെ ഈ ഒരു പഴമക്കാരൻ എന്നും പുതുമയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ കുക്കറപ്പം അല്ലെങ്കിൽ കൽത്തപ്പം റെഡി ആയിരിക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളി കൽത്തപ്പമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾഭാഗമാണ്. ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് നന്നായിട്ട് ഞങ്ങളിങ്ങോട്ടൊക്കെ ആരെടുക്കുക എന്ന് പറയും, ആ ഒരു സ്റ്റൈലിലായി കഴിഞ്ഞാൽ ഇത് ചായക്ക് കൂട്ടാൻ ഇവൻ്റെ അത്ര ടേസ്റ്റ് അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.